പത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിനോട് പറയണം, എൻ്റെ യേശുദാസെ ഇനി പാടല്ലേ, ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയണം. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ അടുത്ത് വന്നിരിക്കും, ഞാൻ പാടി നിനക്ക് തരാം എന്നും പറഞ്ഞുകൊണ്ട് വേദയെ സ്നേഹത്തോടെ പിടിച്ച് വിക്രം ചേർത്തിരുത്തുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ തിരക്ക് ജോസഫും അനിയനക്കുട്ടനും അതുപോലെ ജോണിയും കൂടെ നാഗർകോവിലിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഫോൺ കോളൊക്കെ വരുന്നുണ്ട്. അപ്പം വിക്രം വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഞാൻ വേറൊരു വഴിക്ക് പോവുകയാണ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ ജോണി ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചത്? അതെൻ്റെ കൂട്ടുകാരനാണ്. എന്തായാലും നമ്മൾ നാഗർകോവിലിലേക്ക് പോകുന്ന കാര്യം പറയാതിരുന്നത് കാര്യമായെന്ന് പറയുകയാണ്. എന്തായാലും അങ്ങനെ ജോണിയും അവർ മൂന്നുപേരും കൂടെ പോവുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തനും ചന്ദ്രശേഖരനും പുറകെ തന്നെയുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അവരവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളവിടെ ചെല്ലുമോ? ഇനി പുളിക്കാൻ അവരിപ്പോൾ സംശയിച്ചാലോ, പുളിക്കാൻ അവിടെ തന്നെ ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, എന്തായാലും നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അവരെ ഫോളോ ചെയ്ത് തന്നെ പോകണം. അവരവിടെ എത്തുമ്പോഴത്തേക്കും നമ്മളവിടെ കാണണം. പുളിക്കനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനെ അവിടെ വെച്ച് തീർത്തിട്ട് ഉടനെ പോരണം. വാസവൻ പുളിക്കനെ തിരക്കി വരുമ്പോഴത്തേക്ക് അവൻ തീർന്നിരിക്കണം, അവൻ സത്യം പുറത്ത് പറയാൻ പാടില്ല എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. ശ്രീകാന്ത് പറയാണ്, അവനെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. അവനെങ്ങാനും സത്യം വാസവനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ഭൂമിക്ക് മുകളിൽ കാണത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് അവരെ ഫോളോ ചെയ്ത് പോകണമെന്ന്. ഈ സമയത്ത് അവിടെ ചെല്ലുന്ന അവരാണെങ്കിൽ അവിടെ എല്ലാം തപ്പുന്നുണ്ട്. അവർ പറഞ്ഞ ലൊക്കാലിറ്റി എല്ലാം തപ്പുന്നുണ്ട്. അങ്ങനെ പുളിക്കനെ കണ്ടെത്തുന്നുണ്ട്. പുളിക്കനാണെങ്കിൽ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും അവരെല്ലാവരും കൂടെ പുളിക്കനെ കണ്ടെത്തി ചോദിക്കുന്നുണ്ട്. ജോസഫ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിക്രമല്ല അത് ചെയ്തതെന്ന്, നിനക്കും അറിയാം, നീ കള്ളം പറഞ്ഞത് അത് ഉറപ്പുള്ള കാര്യമാണ്, നീ ആർക്ക് വേണ്ടിയാണ് കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പം പുളിക്കനൊന്നും മിണ്ടുന്നില്ല. ജോസഫ് പറയാണ്, നീ കള്ളം പറഞ്ഞതാണെന്ന് വാസവൻ സാറിനും അതേപോലെ ശ്രീധി സാറിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിന്നെ ആരുടെ കൈ കിട്ടിയാലും അവർ വെച്ചേക്കത്തില്ല, നിന്നെ കൊന്നുകളയും, അതുകൊണ്ട് നീ സത്യം പറയാണ്. അവസാനം ജോണിയും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം അവസാനം പുളിക്കൻ പറയാണ്, ഞാൻ എന്തായാലും സത്യം ശ്രീനിസാറിനോടും അതേപോലെ വാസവനോടും പറയാൻ തന്നെ തീരുമാനിച്ചു. ജോസഫ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാൽ നീ പറ, ആരാണ് നിന്നെ അതിന് നിയമിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളിക്കൻ പറയാണ്, അത് ഞാൻ ആരാന്ന് ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അത് വാസവൻ്റെ അടുത്തോ ശ്രീനിസാറിൻ്റെ അടുത്തോ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, ഇനിയും നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്ന് നീ വിചാരിക്കണ്ട, നീ വിക്രത്തെ കൊടുക്കാൻ നോക്കിയാണെന്ന് എല്ലാവർക്കും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇനി നിന്നെ ഇത് ഏൽപ്പിച്ച ആളുടെ പേര് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് അനിയൻകുട്ടൻ പറയാണ്. അപ്പം പുള്ളിക്കാൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ കാര്യം എല്ലാവരുടെ അടുത്തും തുറന്ന് സമ്മതിക്കാൻ തന്നെ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും ആളാരാന്ന് പറയാണ്. ഈ സമയത്ത് ജോണിയാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഉടനെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്തായി ജോണി, അവനെ കണ്ടോ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോണി പറയാണ്, സത്യം തന്നെയാണ്, അവൻ നാഗർകോവിലിൽ തന്നെ ഉണ്ടാണ്, ഞങ്ങളിപ്പം അവൻ്റെ അടുത്ത് തന്നെയുണ്ട്, അവൻ സത്യങ്ങളെല്ലാം ശ്രീനി സാറിനോടും അതേപോലെ വാസവൻ സാറിനോടും പറയാൻ തീരുമാനിച്ചേക്കുന്നതാണെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ഞെട്ടുന്നുണ്ട്. അതാര് പറഞ്ഞ് അവൻ സത്യങ്ങളെല്ലാം പുറത്ത് പറയാതിരിക്കുകയാണെന്ന്? അവൻ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്? അപ്പം ജോണി പറയാണ്, ഇതുവരെ പറഞ്ഞിട്ടില്ല, അവൻ അവരുടെ മുന്നിലേ ഇത് പറയത്തുള്ളെന്നാണ് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ജോണിയാണെങ്കിൽ ശ്രീകാന്തിനെയും അറിയിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ ശരി ഫോൺ വെച്ചോ, ഞങ്ങൾ ഉടനെ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് ആ പുള്ളിക്കൻ അവർ പറഞ്ഞ പോലെ നാഗർകോവിലിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവനിപ്പം മാനസാന്തരം വന്നിരിക്കുകയാണ്, സത്യങ്ങളൊക്കെ വാസവനോടും ശ്രീനി സാറിനോടും പറയണമെന്ന്. ചന്ദ്രശേഖരൻ പറയാണ്, അങ്ങനെ പറഞ്ഞാൽ അത് കുഴപ്പമാവുമല്ലോടാ, നമ്മൾ അതിനു മുമ്പ് അവിടെ എത്തണമല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അവൻ ആരോടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. അവൻ വാസവനെയോ ശ്രീനി സാറിനെയോ കാണുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടിരിക്കണം, അവൻ്റെ കഥ തീർത്തിരിക്കണം എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കുക, അവനെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടണം, വേറൊരാരുടെയും കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പുള്ളിക്കൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പുള്ളിക്കനാണെങ്കിൽ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അവിടെ നിന്നവർ ആരോടും പറഞ്ഞില്ല, വിക്രത്തെ ചതിയിൽപ്പെടുത്താൻ ആരാണ് ശ്രമിച്ചതെന്ന് ആരോടും പറഞ്ഞില്ല. ഈ സമയത്ത്
ജോസഫ് ആണെങ്കിൽ വേദയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പം എടുക്കുന്നത് വിക്രമാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഏതാണ്ട് ഫ്രണ്ടിനെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞത് എവിടെയാണ് പോയതെന്ന് ചോദിക്കുകയാണ്. അത് പുള്ളിക്കനാണെങ്കിൽ നാഗർകോവിലുണ്ടെന്ന് ഒരു വിവരം കിട്ടി. അങ്ങനെ ഞാനും അനിയൻ കുട്ടനും പിന്നെ വാസുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോണി ഉണ്ടല്ലോ, അയാളും കൂടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവനെ കണ്ട്, അവൻ ഇവിടെ തന്നെ ഉണ്ട്, നാഗർകോവിലിൽ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അവനാണെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവൻ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇതുവരെ പറഞ്ഞില്ല. അത് വാസവൻ സാറിൻ്റെ അടുത്തോ ശ്രീനി സാറിൻ്റെ അടുത്തോ അവൻ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അവൻ എപ്പോൾ വേണമെങ്കിലും ആപത്തിൽ പെടാമെന്നും അവൻ ഭയക്കുന്നു എന്ന് വിക്രത്തിനോട് ജോസഫ് പറയാണ്. എന്നിട്ട് ജോസഫ് പറയണം, നീ വിഷമിക്കേണ്ട, എന്തായാലും പുള്ളിക്കനെ കിട്ടിയല്ലോ, അവൻ സത്യം പുറത്ത് പറയുമ്പോൾ നീ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേദ അങ്ങോട്ട് വരികയാണ്. എന്താ ആരാ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ്. അത് ജോസഫാ വിളിച്ചേ. വേദ ചോദിക്കുകയാണ്, എന്താണ് ജോസഫ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് പുള്ളിക്കന് നാഗർകോവിലുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി, എന്നിട്ട് അവർ തിരക്കിപ്പോയതാണെന്ന് പറയാണ്. എന്നിട്ട് തിരക്കിപ്പോയിട്ട് പുള്ളിക്കനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് വേദ. കിട്ടി, പുള്ളിക്കനെ കിട്ടി, അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ്. അത് വാസവൻ്റെ അടുത്തോ ശ്രീനി സാറിൻ്റെ അടുത്തോ മാത്രമേ അവൻ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദ ചോദിക്കുകയാണ്, ഇതിൻ്റെ പുറകിലുള്ള ആൾ ആരാണെന്ന് അവൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് അവരോട് ശ്രീനി സാറിനോടോ വാസവനോടോ മാത്രമേ പറയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉടനെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ, അപ്പോൾ നമുക്കറിയാൻ കഴിയുമല്ലോ എന്ന് വിക്രമാണെങ്കിൽ വേദയെടുത്ത് പറയണം. അപ്പോൾ വേദ പറയണം, അത് തന്നെ, അവനെ കൈ കിട്ടിയിട്ട് വേണം വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്ന് പറഞ്ഞ് വേദ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അതേക്കുറിച്ച് ഇരുന്ന് സംസാരിക്കുകയാണ്.